നമസ്കാരം, എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി വാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ പുതിയൊരു വാച്ച് ലിസ്റ്റ് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ മാസങ്ങളായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചയും ഞായറാഴ്ചയായിട്ട് ഇത്തരത്തിൽ സ്വിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടിയുള്ള സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു വീഡിയോ ചെയ്തൊരു 3 ആഴ്ച മുന്നേ ആയിരുന്നു ഈ ഒരു വീഡിയോ സ്വിംഗ് വാച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന 2 ആഴ്ചകളിൽ നമ്മളൊരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് പല ആൾക്കാർ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പുതിയ വീഡിയോസ് ചെയ്യാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ബുൾ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്റ്റോക്കുകളും വളരെ വലിയ ഒരു ഹൈ പ്രൈസിലാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു റിസ്ക് കുറഞ്ഞ ഞാൻ പലപ്പോഴും സ്റ്റോക്കിൽ പിക്ക് ചെയ്ത് നമ്മുടെ ഒരു വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ലോ റിസ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. എന്നാൽ കഴിഞ്ഞ വീക്കിലൊന്നും എനിക്ക് ആ ഒരു രീതിയിൽ ഒരു ലോ റിസ്കിലുള്ള ഏറ്റവും കുറഞ്ഞ റിസ്ക് എടുത്തിട്ട് നമുക്കൊരു ബെറ്റർ റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ വീഡിയോസ് ചെയ്യാത്തത് ഇപ്പോൾ കഴിഞ്ഞ വീക്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നിഫ്റ്റി ഓൾമോസ്റ്റ് 600 പോയിൻറ്റിൻ്റെ ഫോൾ കഴിഞ്ഞൊരു വീക്കിൽ ഏകദേശം 18,600 18,000 ലെവലിലേക്കുള്ളൊരു ഫോൾ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ എന്തെങ്കിലും വന്ന് ഏതെങ്കിലും സ്റ്റോക്കുകളെ പറ്റി സംസാരിക്കുന്നതിന് പകരം എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു കോൺഫിഡൻസ് തോന്നുന്ന സമയത്ത് വീഡിയോസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് കഴിഞ്ഞ വീക്കിലൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ആ വീഡിയോസ് ഒഴിവാക്കിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള ജസ്റ്റ് ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു ആ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക്. നമ്മൾ കഴിഞ്ഞ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയിൽ 6 സ്റ്റോക്കുകളെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ വാച്ചസിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ 2 കാര്യങ്ങളല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ആ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ് സ്റ്റോക്സിൻ്റെയും അതുപോലെ തന്നെ സെറോദയുടെയും പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ്. 2 പ്ലാറ്റ്ഫോം പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിന് ലിങ്കും അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തില്ല എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത ആ ഒരു ഷോർട്ട് ടേം വാച്ച് ലിസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ്, നമ്മൾ ആ ഒരു ഡിസ്കസ് ചെയ്ത ലെവലിൽ നിന്നും എങ്ങനെയാണ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്തത് എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 6 സ്റ്റോക്കുകളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 സ്റ്റോക്കുകൾ നമ്മൾ അന്ന് സെലക്ട് ചെയ്ത 6 സ്റ്റോക്കുകളിൽ 4 സ്റ്റോക്കുകൾ നമുക്ക് വളരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടായിരുന്നു. നമ്മൾ സെലക്ട് 6 സ്റ്റോക്കുകൾ വളരെ നല്ല മൂവ്മെൻറ്റ് 4 സ്റ്റോക്കുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ തന്നെ ആ 6 സ്റ്റോക്കുകളിൽ 2 സ്റ്റോക്കുകളിലായിരുന്നു നമുക്ക് നമ്മുടെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടന്നത്. ഇനി നമുക്ക് ആ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കായിരുന്നു അവന്തി ഫീഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഓൾമോസ്റ്റ് ഒരു 545 ലെവലായിരുന്നു നമ്മളൊരു ആവറേജ് പ്രൈസ് ലെവലിൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്. ആ ഒരു സ്റ്റോക്ക് അവന്തി ഫീഡ്സ് 545 ലെവലിന് ഏകദേശം 590+ ലെവലിലേക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഏകദേശം 10% മൂവ്മെൻറ്റ് നമുക്ക് അവന്തി ഫീഡ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കായിരുന്നു GPPL എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 98-97 ലെവലിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 120 ലെവൽ, അതായത് ഏകദേശം 20-22% ഒരു റിട്ടേൺ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 2 വീക്ക് കൊണ്ട് നമുക്ക് ഈ ഒരു GPPL എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൽ വളരെ നല്ലൊരു റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ GPPL പോലെ തന്നെ നമുക്ക് വളരെ നല്ലൊരു റിട്ടേൺ കിട്ടിയ ഒരു സ്റ്റോക്കായിരുന്നു അശോക ബിൽഡ്കോൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്കും നമ്മൾ ഏകദേശം നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു റേഞ്ചിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാർട്ടിൽ ഒരു 98-97 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം വളരെ കുറഞ്ഞ പീരീഡ് കൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു 125 എന്ന് പറഞ്ഞ ലെവലിലേക്ക്, അതായത് ഏകദേശം ഒരു 28-30% റിട്ടേൺ ഈ ഒരു കഴിഞ്ഞ 2 വീക്ക് കൊണ്ട് നമുക്ക് വളരെ നല്ലൊരു റിട്ടേൺ കിട്ടിയ സ്റ്റോക്കായിരുന്നു അശോക ബിൽഡ്കോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്ത 4ാമത്തെ ഒരു സ്റ്റോക്കാണ് കിറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നമ്മൾ നിയർ ഒരു 500 ആ ഒരു റേഞ്ചൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ആവറേജ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് 500 ബിലോ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തൊരു ഹൈ ആയിരുന്നു 570, 570+, അതായത് 12-13% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു കിറി ഇൻഡസ്ട്രീസിനും കിട്ടും. അതായത് മിനിമം നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളിൽ 4 സ്റ്റോക്കുകളിൽ മിനിമം 10% റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 സ്റ്റോക്കുകളിൽ.
ഇനി അതിൽ ബാക്കി ഉണ്ടായിരുന്ന 2 സ്റ്റോക്കുകളായിരുന്നു. ഒന്ന് നമ്മുടെ സ്റ്റാർ സിമെൻറ്റ്, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഒന്നായിരുന്നു IGL. ഈ ഒരു 2 സ്റ്റോക്കുകളാണ് നമുക്ക് നമ്മുടെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെൻറ്റ് നടന്നിട്ട് നമ്മുടെ ഒരു നിയർ സ്റ്റോപ്പ് ലോസ് ലെവൽ ഒരു 5% ഒരു സ്റ്റോപ്പ് ലോസ് ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളെ പറ്റിയുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, കാരണം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്റ്റോക്കിനെ പറ്റി അനാലിസിസ് ചെയ്തതിൻ്റെ ട്രെൻഡ് ലൈനെ പറ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ആ ഒരു കഴിഞ്ഞ ഏറ്റവും ആ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഔട്ട് ഓഫ് 6 സ്റ്റോക്സിൽ നമുക്ക് 4 സ്റ്റോക്കുകൾ വളരെ നല്ലൊരു റിട്ടേൺ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ വീഡിയോയിലെ സ്റ്റോക്കുകളെ പറ്റിയൊരു അപ്ഡേറ്റ് തരാനുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടേം സ്റ്റോക്കുകളുടെ വാച്ചസിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി, ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 18,600 ലെവലിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വലിയൊരു ഹൈലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 18,600 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് ഈ ഒരു നിഫ്റ്റി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾമോസ്റ്റ് നിയർ 18,000 ലെവലിലേക്കുള്ളൊരു ഫോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സേഫ് ലെവലിലാണ് നിഫ്റ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മേ ബി ഇനിയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരാം, വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ നടക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റ് അല്ല ഇപ്പോഴത്തെ സമയത്ത് ഒരു സ്വിംഗ് പൊസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഇനിയും ഒരു മാർക്കറ്റിൽ ഒരു സെൽ ഓഫിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷോർട്ട് ടേം പൊസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ പൊസിഷൻ സൈസിങ് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുള്ള പൊസിഷൻസാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ നോർമലായിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ക്വാണ്ടിറ്റി കുറച്ചുള്ള എൻട്രീസാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു റിസ്ക് ലെവൽ കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് നോക്കാം. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഒരു മാർക്കറ്റിൽ വീണ്ടും ഒരു സ്ട്രോങ് റിവേഴ്സൽ വരുന്നവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ സൈസ് മാനേജ് ചെയ്യാം ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓരോ സ്റ്റോക്കുകളായിട്ട് നോക്കാം. അതിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ മുന്നേ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കായിട്ടുള്ള കോറമണ്ടൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക്. നമ്മൾ മുന്നേ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ട് ഓൾമോസ്റ്റ് നല്ലൊരു റിട്ടേൺ, ഓൾമോസ്റ്റ് 10% മൂവ്മെൻറ്റ് കിട്ടിയ ഒരു സ്റ്റോക്കാണ് കോറമണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റോക്ക് എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ചാനൽ പാറ്റേൺ, ഓൾമോസ്റ്റ് ഒരു ചാനൽ പാറ്റേണിൻ്റെ ഒരു ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിവിടെ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവലും അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ലെവലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോറമണ്ടൽ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ചാനൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ പറ്റും. ഇപ്പോൾ കറൻലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ആ ഒരു ചാനലിൻ്റെ ആ ട്രെൻഡ് ലൈനിൻ്റെ അടുത്തായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈൻ, നമ്മുടെ 200 EMA അതിനടുത്തായിട്ടാണ് ഇപ്പോൾ കറൻലി സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ വീണ്ടും ആ ഒരു ലെവൽസ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ലെവൽ അതുപോലെ തന്നെ ഈ ഒരു 200 EMA വരുന്ന ലെവൽസ് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു റിവേഴ്സൽ മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കോറമണ്ടൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോറമണ്ടൽ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന എൻട്രി ലെവൽ എന്ന് പറയുന്നത്, എൻട്രി ലെവൽ മീൻസ് നമുക്കൊരു ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 805, 805, 810 ആ ഒരു പ്രൈസ് ലെവലിൽ ഈ ഒരു സ്റ്റോക്കിനെ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബ്ലൂ ലൈൻ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഈ ഒരു സ്റ്റോക്കിനെ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ 824 ആണ്, മേ ബി വരുന്ന ദിവസങ്ങളിൽ മേ ബി നമുക്ക് ആ ഒരു ലെവലിലേക്ക് കിട്ടാം, അല്ലെങ്കിൽ ഒരു 815 ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും കറക്ഷൻ നടക്കുകയാണെങ്കിൽ ആ സമയത്ത് വീണ്ടും ആഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോക്കിന് നമുക്കൊരു 805, 805, 810 ലെവലിലേക്ക് ആവറേജ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു 805, 810 നമ്മുടെ ഒരു ആവറേജ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് പറയുന്നത് നമ്മളെല്ലാ സ്റ്റോക്കിലും കൺസിഡർ ചെയ്യുന്നത് ഒരു 5 to 6% സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള 758, 760, 758 ലെവലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ അപ്പോൾ നമുക്കൊരു മിനിമം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടാർഗറ്റ് ഒരു 5 to 6% ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയിൽ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് അവന്തി ഫീഡ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ മുന്നേ എൻട്രി എടുത്ത ലെവലിലേക്ക് ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലേക്ക് തന്നെ വീണ്ടും സ്റ്റോക്ക് ഇപ്പോൾ ഫോളോ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 590 എന്ന് പറയുന്ന ലെവലിലേക്ക് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഫോളോ ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സ്റ്റോക്ക് നിയർ ഒരു ട്രെൻഡ് ലൈൻ്റെ ലെവലിലേക്കാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഒരു ഷോർട്ട് ടേമിന് വേണ്ടി ഈ ഒരു ട്രെൻഡ് ലൈനോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് സ്റ്റോക്ക് ട്രേഡ് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു സപ്പോർട്ട് റേഞ്ച് നമുക്കൊരു സ്റ്റാറ്റിക് സപ്പോർട്ട് ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 557 ആണ്.
അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ആവറേജ് ഹോൾഡ് ചെയ്യാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ലെവൽ, ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 545 550 545 550 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസ് ലെവലിൽ നമ്മൾ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം സ്റ്റോപ്പ് ലോസ് ലെവൽ തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്തത് 515. അതായത് ഏകദേശം 30 രൂപയുടെ അടുത്തുള്ള ഒരു 30 രൂപ അല്ലെങ്കിൽ ഒരു 35 രൂപ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസാണ് ഞാനിവിടെ അവന്തി ഫീഡ്സിൽ കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ മിനിമം ടാർഗറ്റ് എത്രയായിരിക്കും, ഒരു 35 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും നമ്മുടെ ഒരു ഇനീഷ്യൽ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് അവന്തി ഫീഡ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാമതായിട്ട് ഞാൻ സെലക്ട് ചെയ്ത സ്റ്റോക്കാണ് വണ്ടർല ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. വണ്ടർല ആയാലും നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ് എൻട്രി എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു റിട്ടേൺ കിട്ടിയ ഒരു സ്റ്റോക്കാണ്. 10% പ്ലസിൻ്റെ ഒരു റിട്ടേൺ കിട്ടിയ ഒരു സ്റ്റോക്കാണ് വണ്ടർല ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻലി ഇനി അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ കറൻലി ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ആ ഒരു നിയർ ട്രെൻഡ് ലൈൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കറൻലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലായിട്ട് ഇതിൻ്റെ ഒരു 200 EMA ലെവൽസൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ഒരു സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു എൻട്രി ലെവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കറൻലി 236 237 ലെവലിലാണ്. ഞാൻ ഈ ഒരു സ്റ്റോക്കിന് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 230 ആണ്. 230 രൂപ ലെവലിലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിന് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഇനീഷ്യൽ ബൈ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് മേ ബി ഒരു ബിലോ 234 ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുള്ളൂ. ഇനി അതിനുശേഷം വീണ്ടും അതിന് ഫോളോ വരികയാണെങ്കിൽ ആ ഒരു ലെവലിൽ ഈ ഒരു സ്റ്റോക്കിന് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വാങ്ങി ആവറേജ് ചെയ്തിട്ട് നമുക്ക് ഒരു 230 231 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ആവറേജ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്തിട്ടുള്ള, അതായത് ഞാൻ പേഴ്സണലി ഈ ഒരു സ്റ്റോക്കിനെ ഷോർട്ട് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു നിയർ 230 ലെവൽസാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 230 ലെവൽസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ വണ്ടർല ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക് ഷോർട്ട് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ വീഡിയോ കണ്ട് എൻട്രി എടുത്ത ആൾക്കാരായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 216 ആയിരുന്നു, 216 ആയിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെയിം സ്റ്റോപ്പ് ലോസ് ലെവലിൽ ഞാൻ ഇവിടെ വീണ്ടും കൺസിഡർ ചെയ്യുന്നത് 216 രൂപ, അതായത് ഏകദേശം നമുക്ക് 230 ആവറേജ്, അപ്പോൾ ഏകദേശം ഒരു 14 രൂപയുടെയൊക്കെ സ്റ്റോപ്പ് ലോസാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ വരുന്നത്, ഒരു 5 to 6% സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വണ്ടർല ഹോളിഡേയ്സ് ആണ്. ഇനി നാലാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാമതായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ബർഗർ കിങ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ IPO വന്നതിന് ശേഷം വലിയൊരു മൂവ്മെൻറ്റ് നടന്ന് പിന്നീട് അവിടെ ലെവലിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വന്നൊരു സ്റ്റോക്കാണ് ബർഗർ കിങ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 200+ ഒരു ഹൈ ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു IPO ലിസ്റ്റിന് ശേഷം പോയിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറൻലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 160 to 163 റേഞ്ചിലാണ് ഇപ്പോൾ കറൻലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് ഇനി നമ്മളെ ഈ ഒരു നാലാമതായിട്ട് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ നമുക്ക് വലിയൊരു ടൈം ഫ്രെയിമിൻ്റെ ഡാറ്റയൊന്നും നമുക്ക് ഇവിടെ ഈ ഒരു ബർഗർ കിങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ അവൈലബിൾ അല്ല. ഒരു ചെറിയൊരു ഷോർട്ടർ ടൈം ഫ്രെയിമിൻ്റെ ഡാറ്റ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഈ ഒരു നിയർ 150 160 165 എന്നുള്ള റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. മേ ബി ഇവിടുന്ന് നല്ലൊരു റിവേഴ്സൽ കിട്ടി, മേ ബി ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബർഗർ കിങ് എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എൻട്രി ലെവൽസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് പ്രൈസ് ലെവൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ബർഗർ കിങ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ നമുക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 160 ലെവൽസാണ്. അതായത് ഏകദേശം ഒരു 160 രൂപയൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ഏകദേശം ഈ ഒരു 160 ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ഷോർട്ട് ടൈമിനോട് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ 160 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു നിയർ 150 151 150 രൂപ 151 എന്നുള്ള ഒരു പ്രൈസാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഏകദേശം 9 രൂപ 8 രൂപ 9 രൂപ അല്ലെങ്കിൽ ഓക്കെ ഒരു 9-10 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെയാണ് ഈ ഒരു ബർഗർ കിങ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എത്രയായിരിക്കും, ഒരു നിയർ 170 ഒക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മൾ ഈ ഒരു വീക്കിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള നാലാമത്തെ സ്റ്റോക്കാണ് ബർഗർ കിങ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഈ ഒരു വീക്കിലേക്കുള്ള ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റോക്കാണ് ബാൽമർ ലോറി എന്ന് പറയുന്ന സ്റ്റോക്ക്. ബാൽമർ ലോറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് ഒരു നിയർ ഒരു ട്രെൻഡ് ലൈൻ അടുത്തായിട്ടാണ് നമ്മളോട് കൊടുത്തിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈൻ കാണാൻ പറ്റും. നമ്മുടെ 200 EMA നമ്മളിവിടെ കൊടുത്തിട്ടുള്ള 200 EMA ലെവൽസിനടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ 200 EMA എന്ന ലെവൽസിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 131 ലെവലിലൊക്കെയാണ് കറൻ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ബാൽമർ ലോറി എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള നമുക്ക് ഷോർട്ട് ടേമിനോട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 129 എന്നൊക്കെ പറയുന്ന ഒരു പ്രൈസ് ലെവൽ, 129, 130, 129 എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ നമുക്കൊരു ആവറേജ് ചെയ്ത് ആ ഒരു പ്രൈസ് ലെവൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു 129 ഒക്കെയാണ് നമ്മുടെ ഒരു ആവറേജ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ ഒരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 121, അതായത് ഏകദേശം ഒരു 8 രൂപ 9 രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് ഞാൻ ഈ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പിക്ക്, ഈ ഒരു വീക്കിലേക്കുള്ള അഞ്ചാമത്തെ പിക്ക് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ മീൻസ് ഏറ്റവും അവസാനത്തെ ഈ ഒരു വീക്കിലേക്കുള്ള അവസാനത്തെ പിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്കുകളാണ് നമ്മളിനി അടുത്ത വീക്കിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് കോറമണ്ടയിലാണ്, അതുപോലെ തന്നെ രണ്ടാമത്തത് അവന്തി ഫീഡ്സ്, മൂന്നാമത്തത് വണ്ടർല, നാലാമതായിട്ട് ബർഗർ കിങ്, ഏറ്റവും അവസാനമായിട്ട് ബാൽമർ ലോറി. ഈ 5 സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ സെയിം കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാച്ച് ലിസ്റ്റ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമായിരിക്കണം. നിങ്ങൾ സ്റ്റോക്കിനെ നിങ്ങൾ ടെക്നിക്കലി അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ സൈഡും അനാലിസിസ് നടത്തി മാർക്കറ്റിൻ്റെ ഡയറക്ഷനും കൂടി നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ എൻട്രി കൺസിഡർ ചെയ്യുക. അല്ലാതെ പോയിട്ട് ഞാൻ ഇതിൽ പറഞ്ഞെന്ന് വെച്ചിട്ട് ബ്ലൈൻഡായിട്ട് പോയി ബൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആ ലിങ്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇനി അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ വന്നിട്ട് നിങ്ങളുടെ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ ഒരു വൈശാഖ് വിജയ് എന്ന് പറഞ്ഞ ഒരു പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.